പേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെമ്മീൻ കൊണ്ട് ഒരു അടിപൊളി തീയലാണ് ഉണ്ടാക്കാൻ പോണേ. കൊടമ്പുളിയൊക്കെ ഇട്ടിട്ടുള്ള തീയല്, കുറച്ച് മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ടുള്ള ഒരു നാടൻ തീയല്. മത്സ്യ ഫിഷറീസിൽ നിന്ന് നമുക്ക് നല്ല അടിപൊളി ചെമ്മീൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. മത്സ്യ ഫിഷറീസ് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരുള്ള സ്ഥാപനമാണ്. മത്സ്യം ക്ലീൻ ചെയ്ത് നമ്മുടെ വീടുകളിൽ എത്തിച്ച് തന്നെ അവർ പ്രത്യേകിച്ച് ഡെലിവറി ചാർജസ് ഒന്നും ഈടാക്കുന്നില്ല. ഇപ്പൊ ചെമ്മീൻ കൊണ്ടപ്പോ ഞാനതില് ഞാരികള് വലിച്ചു കളയാറുണ്ട്. അപ്പൊ ഇന്നലെ ഞാൻ ക്ലീൻ ചെയ്യാൻ നോക്കിയപ്പോ ഞാരികൾ വരെ വലിച്ചു തന്നുണ്ട്. അവർക്ക് സമയം കിട്ടുമ്പോ അതും കൂടി അവര് ക്ലീൻ ചെയ്തിട്ടാണ് എത്തിക്കുന്നത്. അപ്പൊ അത്രയും എന്താ പറയാ, വെറുതെ കഴുകി എടുത്ത് വെക്കാൻ നമുക്ക് വേണ്ടി വന്നോളൂ. അപ്പൊ നമ്മുടെ മത്സ്യ ഫിഷറീസിന്റെ ഫോൺ നമ്പറും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ തീയല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും പല രീതിയിലാവും വെക്കുന്നുണ്ടാവാം. അപ്പൊ നമ്മളിവിടെ വെക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമ്മുടെ ഒരു ലിസ്ബി കിച്ചൺ ടച്ച്, നമ്മുടെ ഒരു ടച്ച് കൊടുത്തിട്ടാണ് വെക്കാം. എന്താ വെച്ചാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം. പക്ഷെ നമ്മൾ ഏറ്റവും അതിലിപ്പോ കോട്ടയം സ്റ്റൈൽ ഉണ്ടാവാം, തൃശ്ശൂർ സ്റ്റൈൽ ഉണ്ടാവാം, എറണാകുളം സ്റ്റൈൽ ഉണ്ടാവാം, കണ്ണൂർ സ്റ്റൈൽ ഉണ്ടാവാം. എല്ലാം കൂടി ഒരു മിക്സ് ആയിട്ടുള്ള. എന്നാൽ കോട്ടയം സ്റ്റൈൽ മാത്രം വെക്കുമ്പോൾ നമ്മൾ തനി കോട്ടയം സ്റ്റൈൽ എന്ന് പറയും. ഓക്കെ, അപ്പൊ അത് മാത്രം പക്കാതായിരിക്കും. ഇതിപ്പോ നമ്മുടെ ഒരു ടച്ച് കൊടുത്തിട്ടുള്ള അടിപൊളി ഒരു നാടൻ ചെമ്മീൻ തീയല്. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ മുഴുവനായി കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യാം. അപ്പൊ ചെമ്മീൻ ഒരുവിധം വലുപ്പമുള്ള ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും ചെറുനാരങ്ങ നീരും തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ 1 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വന്നപ്പോ അത് 2 കപ്പ് അളവിലാണ്. അപ്പൊ ആ കപ്പിന്റെ അളവിൽ തന്നെയാണ് നമ്മള് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും പറയുന്നത്. തീയലുണ്ടാക്കാൻ നമുക്കൊരു 1.5 കപ്പ് നാളികേരം ചിരകിയത് വേണം. 2.5 ടീസ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് സവാള അല്ലെങ്കിൽ ഉള്ളി, ചെറിയ ഉള്ളി വേണം എടുക്കാൻ. ഞാൻ ഇവിടെ ചെറിയ ഉള്ളിയാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പൊ അതുകൊണ്ട് 1 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് കോക്കനട്ട് സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട്. അത് ഓപ്ഷണൽ ആണ് കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ മുട്ടത്തീയലിന് ഇതിട്ടപ്പോ നല്ല ടേസ്റ്റ് ആയിരുന്നു. 4 വലിയ പീസ് കൊടംപുളി, അത് ഞാൻ കുറച്ച് ചൂടുവെള്ളത്തില് ഞാൻ സോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ആ കൊടംപുളി ഞാൻ ഒന്ന് ചീന്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ഓരോന്നിനെ ഒരു 3 പീസായിട്ട് ചീന്തിയിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് മുരിങ്ങക്കായ ഒരെണ്ണാണ്, അത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് 2 ടൊമാറ്റോ, അത് ഞാൻ ക്യൂബ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപയോഗിക്കാം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു 1.5 കപ്പ് വെള്ളം നമുക്ക് വേണം. പിന്നെ നമുക്ക് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കടുക്, വറ്റൽമുളക് 2-3 എണ്ണം, കുറച്ച് കറിവേപ്പില. താളിച്ചെടുക്കാന്ന് പറയുന്നത് ചില ഭാഗത്ത് ഉള്ളി, ചെറിയ ഉള്ളി, സവാള ആദ്യം ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് താളിച്ചെടുക്കുമ്പോ ചെറിയ ഉള്ളി വെച്ചിട്ട് താളിക്കാം. അപ്പൊ നമ്മളിവിടെ വെക്കുന്നത് ചെയ്യണത് കടുക് വെച്ചിട്ടാണ് താളിക്കാൻ പോകുന്നത്. അത് വേറെ ഏരിയയില് കടുക് വെച്ചത്, മിക്കവാറും നമ്മളൊക്കെ ചെയ്യാറ് കടുക് വെച്ചിട്ടാണ് താളിക്കാറ്. ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മള് കോക്കനട്ട് ഇട്ട് കൊടുക്കാണ്. അപ്പൊ കോക്കനട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. വേണമെന്നുള്ളവർക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് റോസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ അതൊന്നും ഒഴിക്കാണ്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ തീയലൊക്കെ ഉണ്ടാക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ആഡ് ചെയ്യുന്നത് ഒരു 3 സ്റ്റെപ്പ് ആയിരിക്കും. ആദ്യം നമ്മള് ഈ കോക്കനട്ട് റോസ്റ്റ് ചെയ്യുമ്പോ, പിന്നെ ഉള്ളി നമ്മള് വഴറ്റെടുക്കുമ്പോ, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് താളിക്കുമ്പോ. അപ്പൊ നമ്മളിവിടെ പക്ഷെ ഒരു സ്റ്റെപ്പ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ടേസ്റ്റ് മാറ്റമൊന്നും ഉണ്ടാവില്ല. എണ്ണ കുറച്ച് കുറവ് ഉപയോഗിക്കാന്ന് മാത്രം. പിന്നെ കുറച്ച് ടൈം കൂടുതൽ എടുക്കും ഇത് ഈ നാളികേരം എണ്ണയൊന്നും ഒഴിക്കാണ്ട് മൊരിച്ച് വരുമ്പോ കേട്ടോ. അപ്പൊ ഗോൾഡൻ ബ്രൗൺ ആ ഒരു കളറിലേക്കാണ് നമ്മള് മൊരിച്ചെടുക്കാൻ പോകുന്നത്. ഈ നാളികേരം ഇങ്ങനെ ഫ്രൈ ആയി വരുമ്പോ നാളികേരത്തിൽ നിന്ന് തന്നെ കുറച്ച് എണ്ണ വരും. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പൊ അതിൽ എണ്ണ കിടന്ന് നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞിങ്ങോട്ട് വന്നു. വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കാണ്ട് നമ്മളിങ്ങനെ ഫ്രൈ ആക്കുമ്പോൾ ഒരു 5 മിനിറ്റ് എടുത്തു കേട്ടോ അത് ഫ്രൈ ആയി വരാൻ. അപ്പൊ ഈ ഒരു കളറിലേക്കാണ് നമ്മൾ ഈവണായിട്ട് ഇങ്ങനെ കരിയാണ്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ സ്പൈസ് പൗഡേഴ്സ് ഒക്കെ ആഡ് ചെയ്യാം. 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്യാം. ഇതൊന്ന് കൂളാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം.
അപ്പൊ നാളെ അവിടെ ഇരുന്ന് ചൂടാറട്ടെ. നമ്മളൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആ ഉള്ളി ഫ്രൈ ആക്കി എടുക്കണം, അതിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ ചൂടായതിന് ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമ്മുടെ നാളികേര കൊത്ത്, ഇത് നന്നായിട്ട് നമുക്ക് ഫ്രൈ ആക്കണം കേട്ടോ. അതായത് ഗോൾഡൻ കളർ ആവണ വരെ നമുക്ക് ഫ്രൈ ആക്കാം. ഉള്ളി അവിടെ ഇരുന്ന് മൊരിയുണ്ട് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, കരിയാണ്ട് നോക്കാം. അതിന്റെ ഇടയിൽ ഇതൊന്ന് കൂളായിട്ടുണ്ട്. ഇതൊന്ന് നല്ല പേസ്റ്റ് ആയിട്ട്, ഇത് ഫൈൻ പേസ്റ്റ് ആയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചു കൊണ്ടുവരാം കേട്ടോ. അപ്പൊ അതേ ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആ ഒരു 3 പച്ചമുളകില്ലേ, ആ പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് വഴറ്റാം. ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണ്ടേ. ഇതിലേക്ക് നമുക്ക് മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം. നമ്മുടെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ആ നാളികേരം അരച്ചു കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ആഡ് ചെയ്യാം. ഇനി ഒരു മിനിറ്റ് ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ. ഒരൊറ്റ മിനിറ്റ് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. ഇതിലേക്ക് കൊടംപുളി സോക്ക് ചെയ്ത വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാം. ഈ മിക്സിയുടെ കപ്പൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒരു 1.5 കപ്പ് വെള്ളം. നേരത്തെ കുറച്ച് കൊടംപുളി സോക്ക് ചെയ്ത വെള്ളം ഉണ്ട്. അപ്പൊ ഞാൻ അതനുസരിച്ച് നമ്മുടെ ഗ്രേവിയുടെ തിക്നെസ്സിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. ചെമ്മീൻ ഒന്നും കൂടി ഞാൻ കഴുകിയിട്ട് കൊണ്ടുവരാം. അപ്പൊ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കഴുകി വെച്ച ചെമ്മീന് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുക്കുമ്പോൾ ആ താള ഒന്ന് കുറയും. അത് കഴിഞ്ഞിട്ട് തിളച്ചു തുടങ്ങിയിട്ട് ഒരു 4-5 മിനിറ്റ് ആവുമ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ വെന്ത് കിട്ടുന്നത്. ഇതിന്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചേക്കണ കുറച്ച് കറിവേപ്പ്, ഇനി തിളച്ചുടങ്ങി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വേണമെങ്കിൽ മൂടി വെച്ച് വേവിക്കണമെങ്കിൽ അങ്ങനെ വേവിക്കാം. മൂടി വെച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 4 മിനിറ്റ് തൊട്ട് 5 മിനിറ്റ് വരെ കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ ചെമ്മീനൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ടാവും. ഇനി ബാക്കി വേവ് ഈ ചൂടിൽ കിടന്ന് അങ്ങോട്ട് വെന്തോളൂ, അല്ലെങ്കിൽ ഹാർഡായിട്ട് പോകും കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഉപ്പൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽ മുളക് കേട്ടോ. 2-3 വറ്റൽ മുളക് എടുത്തിട്ട് അത് കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനു മുമ്പ് കുറച്ച് ചുവന്നുള്ളി മൊരിച്ചിട്ടാ ഒന്നുകൂടി ടേസ്റ്റ് ആവും കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം.